ആദ്യം സേവായത് അനുമോളാണ്, പിന്നെ അനീഷ്, അങ്ങനെ ഓരോരുത്തർ സേവായി കഴിഞ്ഞിട്ട് അവസാനം വന്നത് നിവിനും ആര്യനുമാണ്. അപ്പോൾ തെറ്റ് തിരുത്താൻ കിട്ടിയിട്ട് നിങ്ങൾ തിരുത്താഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ലാലേട്ടൻ. ആര്യൻ പറയുന്നത് എനിക്കറിയില്ല ലാലേട്ടാന്ന് പറയുന്നത്. ലാലേട്ടൻ നിവിനെ വിളിക്കുന്നു. നിവിൻ യു ആർ സേവ് എന്ന് പറയുന്നത് നിവിൻ പോലും ഞെട്ടിപ്പോകുന്നു. നിവിൻ ഷോക്ക് അടിച്ച കണക്ക് നിൽക്കുകയാണ്. നിവിൻ അപ്പുറത്തെ സൈഡിലോട്ട് പോയി ഇരുന്നോളാൻ പറയുന്നു. അങ്ങനെ നിവിൻ അപ്പുറത്തെ സൈഡിലോട്ട് പോയിരിക്കുന്നു. ലാലേട്ടൻ ആര്യൻ്റെ കാർഡ് എടുക്കുന്നു. ആര്യൻ എവിക്റ്റ് ആയിട്ടെന്നുള്ള കാർഡ് എടുത്ത് കാണിക്കുന്നു. ആര്യൻ ചിരിച്ചുകൊണ്ടാണ് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്ന് എല്ലാവരെയും ഹഗ് ചെയ്യുന്നത്. ആദ്യം നൂറയാണ്, പിന്നെ ഷാനവാസിന്, പിന്നെ ആദിലയുടെ ഷാനവാസിൻ്റെ ഇടയ്ക്ക് അനിമോളുണ്ട്. പക്ഷെ അനിമോളെ മാത്രം ആര്യൻ ഹഗ് ചെയ്യുന്നില്ല, നോക്കുന്ന പോലുമില്ല. അനിമോളുടെ ഫേസ് കണ്ടാൽ അറിയാം നല്ല സങ്കടം ഉണ്ടായിരുന്നു അനിമോൾക്ക്. അനിമോൾ സത്യത്തിൽ ആര്യൻ ഔട്ടായത് വിശ്വസിക്കാൻ പറ്റാത്തതാണ് കാണുന്നത് അനിമോൾ നിൽക്കുന്നത്. അന്ന് ആര്യൻ എല്ലാവർക്കും ഹഗ് ചെയ്ത് യാത്ര പറഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുകയാണ്. അക്ബറിനെ നിവിനെയൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അക്ബറിനോട് പറയുന്നത് നന്നായിട്ട് കളിക്കാൻ പറയുന്നത്. നിവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നത് ഞാൻ രണ്ടാഴ്ചയല്ലേ ഉള്ളൂ, ഇനി ഞാൻ 2 ആഴ്ച കഴിയുമ്പോൾ വരുമെന്ന് പറയുന്നു. അനിമോൾ ഇതൊക്കെ നോക്കി നിൽക്കുകയാണ്. സത്യത്തിൽ അനിമോൾക്ക് വിഷമമുണ്ടെന്ന് തോന്നുന്നു. അനിമോൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആര്യൻ ഔട്ടായത്. അങ്ങനെ ആര്യൻ പുറത്ത് വന്ന് എല്ലാവരുമായിട്ട് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. സത്യത്തിൽ വീട്ടിൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എല്ലാവർക്കും ഇതുണ്ട്. അനീഷിനെ വീണ്ടും ഷേക്കാൻഡ് കൊടുക്കുന്നു. അനീഷും ചിരിച്ച് സന്തോഷമായിട്ട് യാത്രയാക്കുന്നു. എന്നിട്ട് എല്ലാവരുമായിട്ട് പുറത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അനിമോളും ആ ഫോട്ടോയ്ക്കകത്തൊക്കെ ഉണ്ട്. ഫോട്ടോയ്ക്കകത്തൊക്കെ അനിമോൾ നന്നായിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ ഫോട്ടോ എടുത്ത് ആര്യൻ ലാലേട്ടൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ ലാലേട്ടൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ലാലേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നത് എന്താണ് പറ്റിയത് ആര്യനാ, ഈ ഗെയിം ഇങ്ങനെയാണ്, ആര്യൻ നന്നായിട്ട് കളിച്ച് നല്ല പ്ലെയർ ആയിരുന്നു എന്നൊക്കെ ലാലേട്ടൻ പറയുന്നു. അപ്പോൾ ആര്യൻ പറഞ്ഞു എനിക്കും അറിയില്ല ലാലേട്ടാ എന്നൊക്കെ പറയുന്നു. എനിക്ക് ഫൈനൽ ഫൈവിൽ വരുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. പിന്നെ പ്രേക്ഷകരോടെല്ലാം നന്ദി പറയുന്നു. ഇത്രയും നാൾ എന്നെ ഇവരിവിടെ നിർത്തിയില്ലേ, സപ്പോർട്ട് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രേക്ഷകരോടൊക്കെ നന്ദി പറയുന്നു. ലാലേട്ടൻ പറയുന്നു നിവിൻ ഇതുവരെ ഇവിടെ നിന്നത് നമുക്ക് കാണാം, അതൊന്നും തീർച്ചയായിട്ടും ലാലേട്ടാ എനിക്ക് അത് കാണണം എന്നൊക്കെ നിവിൻ പറയുന്നു. എന്നിട്ട് പറഞ്ഞെങ്കിൽ നമുക്ക് വീട്ടിലോട്ട് പോകാം, വീട്ടിലുള്ളവരും കൂടെ കാണിക്കാം, അവരുമായിട്ട് നമുക്ക് ഒന്നിച്ച് കാണാമെന്ന് പറയുന്നു. അങ്ങനെ വീട്ടിലോട്ട് നിവിനെ കാണിക്കുകയാണ്. അപ്പോൾ നിവിൻ എല്ലാവരോടും ഹായ് പറയുന്നു. അന്നേരം നിവിൻ്റെ ആ പാർട്ട് കാണിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ പ്ലേ ചെയ്യുന്നു. അങ്ങനെ ആ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. വീട്ടിലുള്ളവരും ആര്യനും ലാലേട്ടനും കൂടെ ഒന്നിച്ച വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ലാലേട്ടൻ ആര്യനോട് പറയുന്നു ഈ വീടിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞു. ഭയങ്കര ഡിഫിക്കൽട്ടാണ് ലാലേട്ട ആ വീട് എന്ന് പറഞ്ഞു. ഞാൻ ചപ്പാത്തി കാണാത്ത ദിവസങ്ങളുണ്ട്, പിന്നെ വീട്ടുകാരെ മിസ് ചെയ്യാത്ത ദിവസങ്ങളില്ല, പിന്നെ എന്നെ എല്ലാവരും സൈഡാക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു, പക്ഷേ എന്നെ എല്ലാവരും ഫാമിലിയായിട്ട് കണ്ട്. ഓക്കെ ആര്യൻ, ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് എന്ന് ലാലേട്ടൻ പറയുന്നു. ലാലേട്ടന് താങ്ക്സും പറഞ്ഞ് പ്രേക്ഷകർക്ക് ബായും പറഞ്ഞ് ആര്യൻ അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങി.